കുടിക്കില്ലെന്ന് സത്യം ചെയ്യ്. അല്ല മോളെ, അതെന്താന്നറിയോ പപ്പി? സത്യം ചെയ്യ്. അല്ല മോളെ, ചെയ്യാൻ. എന്നാ ശരി. അവിടെയല്ല, ഇവിടെ. പറയൂ കുടിക്കില്ലെന്ന്. ഇല്ല മുന്നേ, വിഷ്ണു അച്ഛനെ കുടിക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും. വിഷ്ണു അച്ഛനൊരു ഉമ്മ. വാ. അനുപല്ലവി, ഇന്നത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാ? മഴയും ഉരുൾപൊട്ടലും മൂലം ഉണ്ടായ കെടുതികളെ കുറിച്ചുള്ള യോഗം രാവിലെ 10-ന്. ഓക്കെ. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തികളെക്കുറിച്ചുള്ള വിലയിരുത്തൽ യോഗം 11-ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ. ബയ്യു, ഈ അരിയാണോ മനുഷ്യന്മാര് കഴിക്കുന്നത്? പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. ഞാൻ ഇവിടുത്തെ ജോലിക്കാരൻ മാത്രമാണ്. അതെ, ഈ മാസം റേഷൻ വന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ മാസം കൃത്യമായി വാങ്ങിയതല്ലേ. ഓരോന്ന് 30-ാം തീയതി രാത്രി ഉറങ്ങാതിരിക്കുക, പിറ്റേ ദിവസം കണ്ണും തിരുമ്പി എഴുന്നിട്ട് റേഷൻ വാങ്ങാൻ വരാൻ. സുരേന്ദ്ര, എന്താണല്ലേ, നിങ്ങൾക്കുള്ളത് കിട്ടിയില്ലേ? കിട്ടി സുരേന്ദ്ര. അത് എനിക്കുള്ളതാണോ അതോ മൃഗങ്ങൾക്കുള്ളതാണോ എന്നാ അറിയേണ്ടത്. എന്താ പറഞ്ഞേ? സുരേന്ദ്ര, നീ ഇത് കൊണ്ടുപോയി നിന്റെ പിള്ളേർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുമെന്നാ ചോദിച്ചത്. എന്താ അല്ലേ, രാവിലെ തന്നെ ഒരു പ്രശ്നം. സങ്കടം കൊണ്ട് പറഞ്ഞു പോന്നതാ സുരേന്ദ്ര. കഴിഞ്ഞ തവണ നീ ഇവിടുന്ന് തന്ന അരി കൊണ്ടുപോയി തിളപ്പിച്ച് കഞ്ഞി ഊറ്റി കൊടുത്തിട്ട് വയറിളക്കോ ഛർദിയും പിടിച്ച് എന്റെ മകളുടെ കുഞ്ഞുങ്ങള് 2 ആഴ്ച ആശുപത്രി കിടന്നത്. സർക്കാർ ആശുപത്രി ചികിത്സയില്ലെന്ന് പറഞ്ഞ് പ്രൈവറ്റ് കൊണ്ടുപോയി. അവിടെ കെട്ടിയ ബില്ലോ 4000. അച്ഛനില്ലാതെ വളരുന്ന പിള്ളേരാ. തൊഴിലുറപ്പിന് പോയാ ഞാൻ അവരെ പോറ്റുന്നത്. എന്നെ കൊണ്ട് തന്നെ ഇതൊന്നും കൂട്ടിയാ കൂടൂല്ല സുരേന്ദ്ര. കൂട്ടിയാ കൂടൂലെങ്കിലേ ഞാൻ കൂട്ടാൻ തള്ളേ. നിങ്ങളുടെ മകള് രേവതിയുടെ പിള്ളേർക്ക് തന്തയില്ലാതെ പോയത് ഞാൻ കാരണമല്ലല്ലോ. അവളെ കെട്ടിയോൻ ഇട്ടിട്ട് പോയതല്ലേ. മക്കളുടെ ആശുപത്രി ബില്ല് കെട്ടാൻ പണമില്ലെങ്കിലേ മകളെങ്ങ് വിട്ടേക്ക്, ഞാൻ കെട്ടിക്കോളാം ബില്ല്. എന്തു പറഞ്ഞടാ? എന്താ പറഞ്ഞെന്ന്? നീ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന് നീ പറയടാ. എന്താടാ നീ പറഞ്ഞേ? ഒന്നുകൂടെ പറയടാ. റോഡിൽ ഇന്ന് നല്ല തിരക്കാണല്ലോ. സ്കൂൾ ടൈം അല്ലേ മോളെ? മാഡത്തിന് പകരം വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ സൈറൻ ഇട്ട് പറഞ്ഞേനെ. VIP-കൾക്കൊക്കെ ബ്ലോക്ക് ബാധകമാണോ? അവരല്ലേ ബ്ലോക്ക് ഉണ്ടാക്കേണ്ടത്. VIP-കൾ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്നത് തെറ്റിദ്ധാരണയാണ് പല്ലവി. അവരുടെ സമയത്തിന് നല്ല വിലയുണ്ട്. സമയത്ത് പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എത്തിപ്പെടാനുണ്ടാവും അവർക്ക്. അവരുടെ ഒരു ഒപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കായിരിക്കും കുറെ പാവപ്പെട്ടവരുടെ ജീവിതം തീരുമാനിക്കുക. പക്ഷേ
പ്രത്യേകിച്ച് അടിയന്തര പ്രോഗ്രാമുകളൊന്നും ഇല്ലാത്തപ്പോ സൈറൺ ഇട്ട് പായുന്നത് അവര് ചെയ്യുന്ന ജനദ്രോഹം. അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ആ സമയത്ത് ഒരു സാധാരണ പൗരൻ മാത്രമാണ് അവര്. മറ്റ് വാഹനങ്ങൾ തടഞ്ഞു വെച്ച് അവര് ചീറിപ്പാഞ്ഞു പോകുമ്പോ എന്റെ മോളെ പോലുള്ള കുട്ടികളടക്കം അന്തം വിട്ട് നോക്കി നിൽക്കേണ്ടി വരും. സ്കൂളിൽ എത്താൻ വൈകിയ അവർക്കും ഉണ്ട് പണിഷ്മെന്റ്. അത് അവരുടെ കുറ്റം കൊണ്ടാണോ? ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മറ്റൊരാള് തടസ്സം നിൽക്കുന്നുണ്ടല്ലേ? ഇങ്ങോട്ട് വാടാ, തൊണ്ണൂടത്തിനും പറയുന്നോടാ. സർക്കാർ തരുന്ന റേഷൻ വാങ്ങാനാ വന്നത്, അല്ലാതെ നിന്റെ വീട്ടിൽ നിന്നുള്ള ഔദാര്യത്തിനല്ല. അങ്ങോട്ട് മാറി കേട്ട് തള്ളാൻ. അയ്യോ 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 എന്റെ അമ്മേ, എനിക്ക് വയ്യേ. അയ്യോ അയ്യോ എന്റെ കാലേ. മര്യാദക്ക് തരുന്നത് വാങ്ങിക്കൊണ്ട് പൊക്കോളണം. എല്ലാരോടും കൂടിയാ പറയുന്നത്. അയ്യോ എനിക്ക് വയ്യേ. നേരെ ഇവിടെ വന്ന് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. വണ്ടി ഒന്ന് നിർത്തി. മാഡം, 10 മണിക്ക് മഴക്കെടുതിയുടെ വിലയിരുത്തൽ യോഗമുണ്ട്. ജനങ്ങളുടെ പ്രശ്നമല്ലേ? ദേ, ആ കാണുന്നതും ജനങ്ങളെ തന്നെയാ. കാട്ടുപതുക്കി. അയ്യോ എന്നെ ചോട്ടല്ലേ. അയ്യോ ഒന്നും വേണ്ട, അവർ ചത്തുപോകും. സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് ഇനിയൊന്നും വാങ്ങണ്ടെന്നുണ്ടെങ്കിലേ എഴുന്നേറ്റ് പൊയ്ക്കോ. അയ്യോ വയസ്സായി വടികുത്തിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേക്ക്. ദേ, ഒരൊറ്റ എണ്ണ സഹായിക്കാൻ ചെന്നാലേ അതാരായാലും അവർക്ക് പിന്നെ ജീവിതകാലത്ത് സുരേന്ദ്രന്റെ കടയിൽ നിന്ന് റേഷൻ കിട്ടില്ല. കിഴട്ട് ശവമേ. റേഷൻ വാങ്ങാൻ വന്നവരാണെങ്കിലേ വന്ന് നിക്ക്, ഇല്ലെങ്കിൽ ഞാൻ കട അടിച്ചിട്ട് പാട്ടിന് പോവും. കേട്ടല്ലോ, സുരേന്ദ്രനോടാ കളി. ആ എന്റെ അമ്മേ, എന്റെ കാല്. അയ്യോ അമ്മേ. ഇനി അരി, മണ്ണെണ്ണ, ഗോതമ്പ്, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചോദിച്ചോണ്ട് വന്നേക്കല്ലേ. സുരേന്ദ്രൻ ഉണ്ടെന്ന് പറഞ്ഞാ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. കിട്ടുന്നേ വാങ്ങിച്ച് മര്യാദയ്ക്ക് വീട്ടിൽ പൊക്കണം, ഇല്ലെങ്കിലേ കഞ്ഞി കൂടി ഞാൻ മുട്ടിക്കും. എന്താ അമ്മേ പ്രശ്നം? അമ്മ കരയാതെ കാര്യം പറയൂ. പറഞ്ഞാലും അവനോടൊന്നും ചോദിക്കാൻ ആരുമില്ല മോളെ. ഉണ്ടമ്മ. മോളാരാ? കളക്ടർ. ശാലിനി വിഷ്ണു IAS. മോളോ? അതെ അമ്മേ. ഇനി പറയൂ. സുരേന്ദ്രനെ മോളെ ഇവിടുത്തെ റേഷൻ കട നടത്തുന്നേ. പാവങ്ങൾക്ക് അർഹമായ റേഷൻ വിഹിതമൊന്നും അവൻ കൊടുക്കൂല. മൊത്തം കരിഞ്ചന്തയും പൂഴ്ത്തി വെപ്പുമാ.
പിന്നെ റേഷനരി മറ്റു കച്ചവടക്കാർക്ക് ഇരട്ടി വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നുമുണ്ട്. പാവങ്ങൾക്ക് ചീഞ്ഞതും നാറിയതും. ചോദിക്കാൻ ചെന്ന ആണുങ്ങളാണെങ്കിൽ അടികൊള്ളും, പെണ്ണുങ്ങളെ ആണെങ്കിൽ തെറി പറഞ്ഞു ഓടിക്കും. പോലീസിലൊക്കെ അവന് വലിയ പിടിപാടാ മോളെ. അവനോടൊക്കെ ആരെ കൊണ്ട് കൂട്ടിയാലും കൂടൂല മോളെ. ഇവിടെ ഇതൊക്കെ നടക്കും. ഞാനങ്ങ് നോക്കട്ടെ അമ്മ. അമ്മ ഇവിടെ നിന്നാ മതി. നല്ലതേ നടക്കും. നിങ്ങൾക്കുള്ള റേഷൻ വന്നിട്ടില്ല എന്ന് എത്ര തവണ പറയണം? ആ തളയോട് പറഞ്ഞ പോലെ നിങ്ങളോട് വല്ലതും പറഞ്ഞു പോവേ. പിന്നെ തേച്ചാലും കുളിച്ചാലും ആയില്ല. പിന്നെ മെക്കിട്ട് കയറാൻ വരരുത്. അങ്ങോട്ട് മാറിക്ക്. സർ, കുറച്ച് അരി വേണമായിരുന്നു. കാർഡ്? കാർഡില്ല. കാർഡ് ഇല്ലെന്നോ? ഞാൻ കാശ് തരാം. എനിക്ക് ഇച്ചിരി എമർജൻസി ആയിരുന്നു. ഞാനൊരു ട്രിപ്പ് പോവാ. വീട്ടിലെ പട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ സെർവന്റിനെ ഏൽപ്പിക്കാനായിട്ടാ. എടോ, മാഡത്തിന് എത്ര വേണ്ടെന്ന് വെച്ചാ അളന്നു കൊടുത്തേക്ക്. അല്ല, ഒന്നുകൂടെ ഒന്ന്. നിങ്ങളോടല്ലേ ഞാൻ പോകാൻ പറഞ്ഞത്? ബാഗ് എവിടെ? സോറി, ബാഗ് എടുത്തില്ല. സോറി ഒന്നും വേണ്ട. ബാഗിനുള്ള കാശും കൊണ്ട് അവിടെ കൊടുത്താൽ മതി. എത്രയാ വേണ്ടത്? ഒരു 10 കിലോ കിട്ടുമോ? 10 20 എത്ര വേണേലും കിട്ടും. കാശ് അവിടെ കൊടുത്താൽ മതി. തൽക്കാലം 10 മതി. ഇതും കൂടി. ആ, എത്രയാ? എത്ര കിലോ വാങ്ങി? 10. 200. ബാഗിന്റെ കൂടെ കൂട്ടി 230. 200 രൂപയെന്ന് വെച്ചാ കിലോയ്ക്ക് 20 രൂപയാ. റേഷൻ കടയായതുകൊണ്ട് അരി വില കുറച്ച് കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇവിടെ കയറിയത്. എന്നുവെച്ചാൽ ചുമ്മായിട്ടൊന്ന് വിചാരിച്ചോ? അതല്ല, നിങ്ങൾക്ക് ഈ കച്ചവടത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ. ഇതേ അരി ഞാൻ പ്രൈവറ്റ് മില്ലാർക്ക് മറിച്ചു കൊടുത്താ കണ്ണുടച്ച് അവർ കിലോയ്ക്ക് 30 രൂപ വെച്ച് എന്റെ കയ്യിൽ വെച്ച് തരും. എന്നിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്ത് ഭംഗിയുള്ള ചാക്കിലാക്കി മുത്തെന്നും തേനെന്നും ഒക്കെ പറഞ്ഞ കിലോയ്ക്ക് 40ഉം 50ഉം വെച്ച് വിൽക്കുമ്പോ സൂപ്പർ മാർക്കറ്റ് ക്യൂ നിന്ന് പറയുന്ന ബില്ല് കൊടുക്കത്തേ ഉള്ളൂ നിങ്ങൾ. ഓ അങ്ങനെയല്ലേ? ചേട്ടാ, ഒന്ന് നിന്നേ. ആ ബാഗ് ഒന്ന് കാണിച്ചു. എന്താ പ്രശ്നം? ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ സാറേ. ഇത് പട്ടിക്ക് കഴിക്കാനുള്ളതും ഇത് മനുഷ്യന് കഴിക്കാനുള്ളതും അല്ലേ?
അവനവന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോവാൻ നോക്കോ കൊച്ചേ. ഈ കട ആരുടെയാണെന്ന് കൊച്ചിന് അറിയാൻ പാടില്ല. അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ സർ. ആ? മറ്റുള്ളവരുടെ കാര്യം കൂടി അന്വേഷിക്കണം. മനുഷ്യനായി പോയില്ലേ. ഷോ കാണിക്കാൻ വരുന്നോ? ഷോ കാണിക്കാനല്ല വരുന്നത്, കാണിപ്പിക്കരുത്. സാറിനത് ബുദ്ധിമുട്ടാവും. ആരാ നീ? സിറ്റിസൺ, എ ലോ അബൈഡിങ് ഇന്ത്യൻ സിറ്റിസൺ. സാറിന് മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ പറയാം. നിയമം അനുസരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ. ഓ, പൗരനോ പൗരയോ? പൗരയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. നീ എന്ത് കുന്തോ ചോദിച്ചേ? ചോദ്യം വളരെ വ്യക്തമാണ് സർ. ഇവരുടെ എല്ലാവരുടെയും നാവിൻ തുമ്പിലുള്ള പേടി കാരണം ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾ. പട്ടിക്ക് കഴിക്കാനുള്ളത് മനുഷ്യനും മനുഷ്യന് കഴിക്കാനുള്ളത് പട്ടിക്കുമായി മാറി മറിയുന്ന ഈ മായാജാലത്തിന്റെ ഉത്തരം വേണം എനിക്ക്. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ പാവങ്ങൾക്ക് സർക്കാർ സൗജന്യമായി അനുവദിച്ചിരിക്കുന്ന അരി സ്വകാര്യ മില്ലുകൾക്ക് മറിച്ചു വിൽക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആര് നൽകിയെന്ന് അറിയണം എനിക്ക്. അറിഞ്ഞിട്ട് നീ പോവൂ? അതെ, അറിഞ്ഞിട്ടേ ഞാൻ പോവും. അമ്മേ വാ. അപ്പൊ നീ തീരുമാനിച്ചുറപ്പിച്ചല്ലേ? അറിയാത്ത പിള്ള ചൊറിയും പറയും. നിന്നോട് ഞാൻ പറഞ്ഞതാ ഈ കട ആരുടെയാണെന്ന് നിനക്കറിയില്ലെന്ന്. അനുഭവിച്ചോ? ഇനി നീ അനുഭവിച്ചോ? ചൊറിയാൻ തയ്യാറായി തന്നെയാണ് സർ വന്നത്. സാറിന് വിളിക്കാനുള്ളത് ആരെയാണെന്ന് വെച്ചാൽ വിളിക്കേ. കിട്ടുന്നില്ലല്ലോ. കളക്ടറുടെ ഓഫീസിൽ നിന്നോ? ശരി, കൊടുത്തേക്ക്. ചിറ്റപ്പ, ഈ പോക്ക് ശരിയാവില്ല. ഈ ട്രാഫിക്കിൽ ഈ സ്പീഡിലേ പോകാൻ പറ്റുമോളെ? അതല്ല, ശാലിനി ഇങ്ങനെ വിട്ടാ പറ്റില്ലാന്ന്. എന്താടി പുതിയ പ്രശ്നമാണോ? പുതിയ പ്രശ്നോ? എല്ലാ ദിവസവും പുതിയ പ്രശ്നം തന്നെയല്ലേ. നഗരസഭയിൽ ഓരോ തടസ്സം പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ കളക്ടറുടെ റെക്കമെൻഡേഷനിൽ സാങ്ഷൻ ആക്കേണ്ടി വരുന്നു. അത് നീ ഓരോ മുട്ടാ പോക്ക് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഫയലുകളല്ലേ? അതേന്ന് കൂട്ടിക്കോ. ഞാൻ പിന്നെ പുണ്യം കിട്ടാനാണോ ഇത്രയും കാശ് മുടക്കിയിട്ട് മേയറായത്? എടി നിന്റെ രോഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ ഇപ്പൊ നടവരവും കുറവാ. കളക്ടർ ഓഫീസ് ഡെയിലി ബ്രീഫിംഗ് ഉണ്ടായതുകൊണ്ട് പോലീസുകാർക്കൊന്നും ഇടം വല്ല തിരിയാൻ പറ്റുന്നില്ല മോളെ. പോലീസുകാരെയൊന്നും കൊച്ചു പിള്ളേർക്ക് പോലും പേടിയില്ലാത്ത അവസ്ഥയായി. കളക്ടർ പേരും പറഞ്ഞേ തിരിച്ചിപ്പോ ഇങ്ങോട്ട് പേടിപ്പിക്കുക. ഇതിന് പ്രതിവിധി ഒന്നും ഇല്ലേ ചിറ്റപ്പ? വരട്ടെ, കൈപ്പാങ്ങിനൊന്നും വീഴാതിരിക്കത്തില്ല. ഓ, ആരാ ചിറ്റപ്പ? ആ സുരേന്ദ്രനാടി. ഏത് റേഷൻ കടയിലുള്ളതോ? ഓ, അവനെ കട നടത്താൻ ഏൽപ്പിച്ചത് തന്നെ അബദ്ധമായെന്ന് തോന്നുന്നു. നുള്ളി പിച്ചി മാന്തി ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യം പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കും ഷാനി പിടിച്ചത്. എടി ഞാനൊരു ACP ആണെന്നോ തിരക്കുണ്ടെന്നോ അവൻ അങ്ങനെ ഒരു വിചാരമേ ഇല്ല. എന്റെ കാക്കി യൂണിഫോം കെട്ടട്ടെ അവൻ വിചാരിച്ചിരിക്കുന്നതേ ഞാൻ നിന്റെ റേഷൻ കടയിലെ സെക്യൂരിറ്റി ആണെന്ന്. എന്തായാലും ചിറ്റപ്പ ഫോൺ എടുക്ക്, നമ്മുടെ കടയുടെ കാര്യമല്ലേ. ഓ എടുക്കാം, ഞാനേ സ്പീക്കറിലിടാം, നീയും കൂടി കേട്ടോണം അവന്റെ ഒരു ഉള്ളി തുളിച്ച പോലുള്ള പ്രശ്നങ്ങൾ. ആ പറയൂ സുരേന്ദ്ര, എന്താ പ്രശ്നം? സാർ, ഒരു സ്ത്രീ റേഷൻ വാങ്ങാൻ വന്നിരുന്നു. അതാണോ പ്രശ്നം? എടാ, വരുന്നവർക്ക് റേഷൻ കൊടുക്കാനല്ലേ നീ അവിടെ കടം തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? അതല്ല സാറേ, അവർക്ക് ഞാൻ കൊടുത്ത അരി പിടിച്ചില്ല. പിന്നെ വേറെയും കുറെ പ്രശ്നങ്ങൾ. എടാ, എന്താന്ന് വെച്ചാൽ നേരെ ചൊവ്വേ പറ. അത് കഴിഞ്ഞ് വേറൊരു സ്ത്രീ വന്നിരുന്നു. വരുമല്ലോ. അവർ ആദ്യത്തെ സ്ത്രീക്ക് വേണ്ടിയാ വന്നത്. ഇപ്പൊ ആൾക്കാർക്ക് കൂടി ആകെ പ്രശ്നമാണ്. ആ നീ ഫോൺ വെക്കേ.
ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ശരി സാർ. ഓക്കെ സാർ. സാർ വരട്ടെ കേട്ടാ. ശരിയാക്കി തരാം. കേട്ടല്ലേടി, ഒരു സിവിൽ പോലീസ് ഓഫീസറെ കൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ് അവൻ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ച് പറയുന്നത്. കാര്യം എന്താ? കട നമ്മുടേതാ. അപ്പൊ ഉറുമ്പ് കഴിച്ചാലും നമ്മൾ നേരിട്ട് നിന്ന് പ്രശ്നം പരിഹരിച്ചോ. ചിറ്റപ്പൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ആ ലോക്കൽ സ്റ്റേഷൻ വിളിച്ച് കാര്യമൊന്ന് പറയട്ടെ. അല്ല, റേഷൻ കടയുടെ അരിത്തർക്കം തീർക്കാൻ ACP പോണോ? ഫോൺ കട്ട് ചെയ്യ് ചിറ്റപ്പ. എന്താടി ഫോൺ കട്ട് ചെയ്യേ. എന്താടി? ചിറ്റപ്പനല്ലേ പറഞ്ഞത് പോലീസിനെ ഒന്നും ഇപ്പൊ ആർക്കും പേടിയില്ലാന്ന്. പുതിയൊരു കളക്ടർ ചാർജ് എടുത്തിട്ടുണ്ടെന്നും പാവം ജനങ്ങൾക്ക് എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അവള് മുന്നിൽ നിൽക്കുന്നുള്ള നെകളിപ്പാ പൊതുജനങ്ങൾക്ക്. അല്ലെങ്കിൽ റേഷൻ കടയിൽ വരുന്ന പുഴുക്കളൊക്കെ നമുക്കെതിരെ തലപൊക്കോ ചിറ്റപ്പ. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല ചിറ്റപ്പ. നമുക്കെതിരെ ഉയർന്ന ശബ്ദം ഇനി ഒരിക്കലും ഉയരാതിരിക്കണമെങ്കിൽ റേഷൻ കടയിൽ അരിത്തർക്കം തീർക്കാൻ 4 ലോക്കൽ പോലീസ് അല്ല ചിറ്റപ്പ പോകേണ്ടത്. ഏതവളായാലും മുളയിലെ ചവിട്ടി അരയ്ക്കണം. അതിന് മേയറുടെ വണ്ടിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ ചെന്നിറങ്ങണം.